സീകാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ ആഴത്തിൽ പഠിപ്പിക്കുന്ന ഷാലോമിൻ്റെ പ്രത്യേക പ്രോഗ്രാമാണ് സീകാറ്റ്. സീകാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ ഇതിനോടകം തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ എഴുതി അറിയിച്ചതിന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ചയുടെ വിഷയങ്ങളെ കൂടുതൽ പഠിപ്പിക്കുന്നതിനും നമ്മുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനുമായി നമ്മോടൊപ്പമായിരിക്കുന്നത് ഷാലോം പ്രേക്ഷകർക്ക് ഏറ്റവും സുപരിചിതനും തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും CBCI ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവുമായ അഭിമന്യ ജോസഫ് പാംബ്ലാൻ പിതാവാണ്. പിതാവിന് വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മുടെ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനും സംശയങ്ങൾ ചോദിക്കുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ പൈസക്കരി ദേവമാത ഫൊറോന ദേവാലയത്തിലെ സൺഡേ സ്കൂൾ അധ്യാപകരാണ്. നിങ്ങൾ ഓരോരുത്തരെയും വളരെ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ വിഷയം വിശുദ്ധ കുർബാന എന്നുള്ളതാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് മാമോദീസായും തൈലാഭിഷേകവും എന്നുള്ള വിഷയമായിരുന്നു. അത് നിങ്ങൾ ഇതിനോടകം പഠിച്ചു എന്ന് വിചാരിക്കുകയാണ്. ഇന്ന് വിശുദ്ധ കുർബാനയുടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള സ്ഥാനം എന്താണ്, മറ്റ് വിശുദ്ധ കുർബാനയുമായി നമുക്കുള്ള സംശയങ്ങൾ പരിഹരിക്കാനും സംശയങ്ങൾ ചോദിക്കാനുമുള്ള ഒരു അവസരമാണ്. ഇന്നത്തെ വിഷയം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയും നമ്മുടെ സംശയങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നതിനുമായി അഭിമന്യ പിതാവിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നാം പഠിക്കുക. മതാധ്യാപകരായ നിങ്ങളോട് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ഈ വിഷയത്തിൽ വളരെയേറെ പ്രാവീണ്യവും പ്രാഗൽഭ്യവും ഉള്ളവരാണ് എന്നെനിക്കറിയാം. എങ്കിലും നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായി പരിശുദ്ധ കുർബാന എന്ന ആ ഒരു വലിയ രഹസ്യം മനസ്സിലാക്കപ്പെടേണ്ട യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ എന്നല്ല, അത് അപ്രകാരമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ പരിശുദ്ധ കുർബാനയോളം പ്രാധാന്യമുള്ള മറ്റൊരു സത്യവുമില്ല എന്നതാണ് വസ്തുതാപരം. കാരണം ഈശോമിശിഹ ഈ ഭൂമിയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നടത്തിയ രക്ഷാകര പ്രവർത്തനങ്ങളെ അതിൻ്റെ സമഗ്രതയിൽ, സമ്പൂർണതയിൽ ഇന്നും നമുക്ക് സംലഭ്യമാക്കുന്ന കൂദാശ എന്നതാണ് പരിശുദ്ധ കുർബാനയുടെ പ്രത്യേകത. പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഈശോയുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സംഭവമല്ല, മറിച്ച് ക്രിസ്തു രഹസ്യം പൂർണ്ണമായും അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു സിറോ മലബാർ സഭയിലെ വിശുദ്ധ കുർബാന. എല്ലാ റീത്തുകളിലെയും പരിശുദ്ധ കുർബാനയുടെ പ്രത്യേകതയാണ് അത് ക്രിസ്തു രഹസ്യത്തെ പൂർണ്ണമായും അവതരിപ്പിക്കുന്നു എന്നുള്ളത്. ആ ക്രിസ്തു രഹസ്യം അവതരിപ്പിക്കുന്നു, അതാണ് പരമപ്രധാനമായ സത്യം, അല്ലേ? നമ്മൾക്കറിയാവുന്ന നമ്മുടെ കേരളത്തിലെ റീത്തുകൾ തന്നെ നോക്കുക. നമ്മൾ ലത്തീൻ ആരാധനാക്രമത്തിൽ പരിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വൈദികൻ എല്ലാവരെയും ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ ഗ്ലോറിയ പാടിക്കൊണ്ടാണ് അത് നടത്തുന്നത്. അതായത് ഈശോയുടെ ജനനത്തിൽ മാലാഖമാർ പാടിയ ഗീതത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ആ കുർബാന ആരംഭിക്കുന്നത്. മലങ്കര കത്തോലിക്ക സഭയിൽ അല്ലെങ്കിൽ നമ്മുടെ സഹോദരി സഭകളായ യാക്കോബായ ഓർത്തഡോക്സ് സഭകളിൽ എങ്ങനെയാണ് ആരംഭിക്കുക? നിന്നെ പ്രസവിച്ച മറിയാമും, അല്ലേ? അതായത് സ്നാപക യോഹന്നാന് ഈശോയ്ക്ക് ജന്മം നൽകിയ പരിശുദ്ധ അമ്മയെ, ഈശോയെ മാമോദീസ മുക്കിയ സ്നാപക യോഹന്നാനെ ഒക്കെ ഓർത്തുകൊണ്ടാണ് അന്ത്യോക്യൻ ആരാധനാക്രമം ആരംഭിക്കുക. അപ്പോൾ എല്ലാ കുർബാനകളും ഈശോയുടെ ജനനം മുതൽ മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, അതുപോലെ തിരുസഭയിലെ അവിടുത്തെ രക്ഷാകര പ്രവർത്തികൾ, ഇവ മുഴുവനെയും അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് കുർബാനയുടെ പ്രത്യേകത. ഇതര കൂദാശകളെല്ലാം
ക്രിസ്തു സംഭവത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക നിമിഷത്തിൻ്റെ അനുഗ്രഹം നമുക്ക് നേടിത്തരുമ്പോൾ പരിശുദ്ധ കുർബാന കൂദാശകളുടെ കൂദാശയാണ് എന്ന് പറയാൻ കാരണം ഈശോമിശിഹായിലൂടെ പിതാവായ ദൈവം ഈ ഭൂമിയിൽ നേടിത്തന്ന രക്ഷയെ അതിൻ്റെ സമഗ്രതയിൽ, സമ്പൂർണതയിൽ മനസ്സിലാക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്ന എവിടെയാണ്? പരിശുദ്ധ കുർബാനയിൽ. അതാണ് ഈ കുർബാനയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുക, സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും ലക്ഷ്യം വയ്ക്കുന്നത് അതിൻ്റെ കേന്ദ്ര ബിന്ദുവായ, അതിൻ്റെ അത്യുച്ച സ്ഥാനമായ പരിശുദ്ധ കുർബാനയിലേക്കാണ്, ആരാധനാക്രമത്തിലേക്കാണ് എന്ന വസ്തുത. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരുപാട് ഭക്തകൃത്യങ്ങളുണ്ട്, നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകളുണ്ട്. പലപ്പോഴും അവയിലെ ഒരു പ്രാർത്ഥന പോലെ, ജപമാല പോലെ ഒരു പ്രാർത്ഥനയാണ്, അല്ലെ നൊവേന പോലെ ഒരു പ്രാർത്ഥനയാണ് കുർബാനയും എന്ന ഒരു ധാരണ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ എല്ലാ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്, അല്ലേ? പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നമുക്കാർക്കും താരതമ്യം ചെയ്യാനാവാത്ത വിധത്തിൽ പരിശുദ്ധ കുർബാനയുടെ അനന്യ ശ്രേഷ്ഠത, അതിൻ്റെ യുണീക്ക്നെസ്, ഏകാന്ത വൈശിഷ്ട്യം, അത് ഞാൻ പറഞ്ഞ വളരെ കഠിനമായ പദങ്ങളാണ്. വളരെ ലളിതമായ പദങ്ങളൊന്നും എൻ്റെ വായിൽ വരാത്തതുകൊണ്ട് ഞാൻ അല്പം കഠിന പദം ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശ്രേഷ്ഠത അത്ര കണ്ട് മഹത്തരമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അത് മനസ്സിലായെങ്കിൽ മാത്രമേ ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സൗഭാഗ്യം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എല്ലാ പ്രാർത്ഥനകളും പോലെ ഒരു പ്രാർത്ഥനയാണ്. ഒരു ദിവസം ജപമാലയല്ലേ, ഇല്ല അതുകൊണ്ട് കുഴപ്പമില്ല, അതുപോലെയാണ് ഒരു ഞായറാഴ്ച കുർബാന മുടക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. മറിച്ച് പരിശുദ്ധ കുർബാനയുടെ മഹത്വം എന്ന് പറയുന്നത് ഈശോമിശിഹ ഈ ഭൂമിയിൽ വന്നതും മനുഷ്യകുലത്തിൻ്റെ രക്ഷ നേടിത്തന്നതും എത്രമേൽ പ്രാധാന്യമർഹിക്കുന്ന സത്യമാണോ അത്രയും പ്രാധാന്യം ഒരു പരിശുദ്ധ കുർബാനയ്ക്കുണ്ട് എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കും. രണ്ടാമതായി പരിശുദ്ധ കുർബാന രൂപപ്പെട്ടു വരുന്നത് നമുക്കറിയാം. അപ്പസ്തോലന്മാര്, ഈശോയ്ക്ക് എത്ര അപ്പസ്തോലന്മാരുണ്ടായിരുന്നു? 12 അപ്പസ്തോലന്മാരാണ്, അല്ലേ? ആരുടെ പേരാണ് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ചോദിച്ചാൽ ചിലപ്പോൾ സൺഡേ സ്കൂൾ അധ്യാപകർ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ രൂപതയ്ക്ക് തന്നെ മോശക്കേട് ആയതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. കാരണം ചില ഷമ്മാശന്മാരോട് പരീക്ഷയ്ക്ക് ചിലപ്പോൾ അവർ വെപ്രാളം പിടിച്ചിരിക്കുമ്പോൾ 12 അപ്പസ്തോലന്മാരുടെ പേര് ചോദിക്കുമ്പോൾ അവർ മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ എന്ന് പറഞ്ഞു. പിന്നെ ഒന്നുമില്ല. അങ്ങനെ അത് അപ്പസ്തോലന്മാരല്ല, സുവിശേഷകന്മാരാണ്, അല്ലേ? അങ്ങനെ പല വെപ്രാളങ്ങളും ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെ വല്ല പൈസക്കരിക്കാരങ്ങനെ പറയാൻ വഴിയില്ല. എല്ലാവരും വളരെ പരിണിത പ്രജ്ഞരായ അധ്യാപകരാന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സീനിയർ ആരാ? മാത്യു സാറായിരിക്കും. മാത്യു സാറാ? എത്ര കാലമായി ഈ പണി തുടങ്ങിയിട്ട്? 30 വർഷം, അല്ലേ? ഓക്കെ ഓക്കെ. സാറ് അപ്പോൾ ജനിച്ചപ്പോൾ മുതൽ മതാധ്യാപകനായിരുന്നു? അല്ലല്ല, എത്ര സാറ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളാണ്? ആയിരുന്നു, റിട്ടയർ ചെയ്തു. യെസ്, സാറിനെ പോലെയുള്ള ഒരുപാട് നല്ല മതാധ്യാപകര് തിരുസഭയ്ക്ക് വേണ്ടി ഇങ്ങനെ നിഷ്കാമ കർമ്മം ചെയ്യുന്നത് കൊണ്ടാണ് സഭ ഇങ്ങനെ സകല സൗഭാഗ്യങ്ങളും നന്മകളുമുള്ള സഭയായി നിലകൊള്ളുന്നത്. വാസ്തവത്തിൽ ഈ മതാധ്യാപകരാണ് സഭയ്ക്ക് ഏറ്റവും വലിയ ശുശ്രൂഷ ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവരൊരു പ്രതിഫലവും ഇല്ലാതെ, ആകെ കൂടി പരമാവധി പ്രതിഫലം ഒരു ഉണ്ടക്കായും ചായയുമാണ്. പല മതാധ്യാപകരെ ഉണ്ടക്കാ സാറന്മാരെന്ന് വിളിക്കാറുണ്ട് മലബാറിൽ പല പള്ളികളിൽ. ആ വെറുതെ ഒരു കാലിച്ചായയെ മാത്രമാണ്, പ്രതിഫലമൊന്നും പറയാനില്ല, തരുന്നുണ്ടെങ്കിൽ തരുന്നു. പക്ഷേ അങ്ങനെ നിഷ്കാമകർമ്മം ചെയ്യുന്ന നിങ്ങളെയും നിങ്ങളോടൊപ്പം ഇത് വീക്ഷിക്കുന്ന എല്ലാ മതാധ്യാപകരെയും ഞാൻ ആദരിക്കുന്നു. സഭയുടെ വലിയ ബഹുമാനം നിങ്ങളെ അറിയിക്കുകയാണ്. ഓക്കെ, നമ്മൾ പരിശുദ്ധ കുർബാന എല്ലാ റീത്തിലും, പല റീത്തുകളിൽ പരിശുദ്ധ കുർബാനയുണ്ട്, അല്ലേ? പരിശുദ്ധ കുർബാനയാണ് റീത്തുകളെ വ്യത്യസ്തമാക്കുന്ന അടിസ്ഥാന ഘടകങ്ങളിലൊന്ന്. പക്ഷെ നിങ്ങൾ ഈ റീത്തുകളിലെല്ലാം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പരിചയമുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം,
എല്ലാ റീത്തുകളും പൊതുവായ ചില സത്യങ്ങൾ പരിശുദ്ധ കുർബാനയിൽ നിർബന്ധമായും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം എല്ലാ റീത്തിലെയും പരിശുദ്ധ കുർബാനയിലുണ്ട്. രണ്ട്, ദൈവവചനം വായിക്കുക, ആ വചനത്തെ ധ്യാനിക്കുക, വചനത്തെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുക. അത്തരം കാര്യങ്ങൾ എല്ലാ കുർബാനയിലും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ വിശ്വാസം പ്രഘോഷിക്കുക, തിരുസഭയുടെ സത്യവിശ്വാസം ഏറ്റുപറയുന്ന ക്രമം എല്ലാ കുർബാനയിലും ഉണ്ട്. അത് നമുക്കറിയാം, പല കുർബാനകളിൽ അതിൻ്റെ ക്രമത്തിൽ വ്യത്യാസമുണ്ട്, സ്ഥാനങ്ങളിൽ വ്യത്യാസമുണ്ട്. ചില ആരാധനാക്രമത്തിൽ ഞായറാഴ്ച കാണിയാല, ഇടദിവസങ്ങളിൽ ഇല്ല, ഞായറാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പവും വീഞ്ഞും കാഴ്ചവെക്കുന്നു, അത് എല്ലാ ആരാധനാക്രമത്തിലും ഉള്ളതാണ്. അന്ത്യോക്യൻ ആരാധനാക്രമത്തിൽ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പേ അത് ഒരുക്കപ്പെടുന്നു എന്നുള്ള വ്യത്യാസമുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ ഓശാന പാടും, അല്ലേ? മാലാഖമാരുടെ കീർത്തനം ആലപിക്കുന്നു. അതിനുശേഷം കൂദാശ വചനങ്ങൾ ചൊല്ലി അപ്പത്തെയും വീഞ്ഞിനെയും വാഴ്ത്തി ഈശോമിശിഹായുടെ തിരുശരീര രക്തങ്ങളാക്കി മാറ്റുന്നു. പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുന്ന റൂഹാക്ഷണം, എപ്പിക്ലേസിസ് എന്ന കർമ്മം എല്ലാ കുർബാനകളിലും ഉണ്ട്. അതുപോലെ തന്നെ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന എല്ലാ കുർബാനയിലും ഉണ്ട്. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ എന്നുള്ള ത്രിത്വൈക ആശീർവാദം എല്ലാ വിശുദ്ധ കുർബാനകളിലും ഉണ്ട്. സമാപന ആശീർവാദമുണ്ട്. ഇങ്ങനെ നോക്കിയാൽ കുർബാനകളുടെ പ്രാർത്ഥനകളിലും ഘടനകളിലും വ്യത്യാസമുണ്ട് എങ്കിലും എല്ലാ റീത്തുകളും അടിസ്ഥാനപരമായി ഒരേ രഹസ്യത്തെ തന്നെയാണ് പ്രഘോഷിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ തന്നെ ഒരുപാട് വിശദീകരിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ചിലപ്പം കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അതിൽ അവസരം കുറഞ്ഞു പോകുമായതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരങ്ങൾ തരികയാണ്. നിങ്ങൾ ചോദിച്ചിട്ട് ഏതെങ്കിലും നമ്മുടെ സിലബസിൽ മതബോധന ഗ്രന്ഥത്തിലെ ഏതെങ്കിലും ആശയങ്ങൾ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ ഞാൻ കൂട്ടിച്ചേർത്തുകൊള്ളാം. ഇപ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഒരുങ്ങാനുള്ള സമയമാണ്. ചോദ്യം ഒരുങ്ങിയ ശേഷം നമുക്ക് ചർച്ചകളിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും നല്ല തിരക്കേട്ട ചർച്ചയിലാണെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്? നന്നായിരുന്നു. നമ്മൾ വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ളതാണ്. സൺഡേ സ്കൂളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പിള്ളേരെ ഒരുക്കുന്നത് കുർബാനയിൽ നന്നായിട്ട് പങ്കെടുക്കാനാണ്, അല്ലേ? അതെ. അപ്പോൾ നന്നായിട്ട് ഈ കുർബാനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ തീർച്ചയായും സാധിക്കും. നമ്മൾ ചർച്ചയിലേക്ക് പോയി നമ്മൾ സംശയങ്ങളൊക്കെ ചോദിക്കുന്ന സമയമാണ്. ഒരു കാര്യം എനിക്ക് തീർച്ചയായും നിങ്ങളോട് പറയാൻ താല്പര്യമുള്ളത്, നിങ്ങൾ ചോദിക്കുന്ന ഈ ചോദ്യം പൈസക്കരിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യമല്ല. ലോകം മുഴുവനിലുള്ള ശാലോമിൻ്റെ പ്രേക്ഷകർ വിശുദ്ധ കുർബാനയെക്കുറിച്ച് കുറച്ചും കൂടെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെയാണ് തീർച്ചയായും നിങ്ങൾ ഇതിനകത്തേക്ക് പ്രവേശിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ചോദ്യം ഉത്തരത്തിലേക്ക് പോകാം. ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്? ഷിജി ടീച്ചർ ചോദിച്ചോളൂ. പിതാവേ, എൻ്റെ സംശയം, വിശുദ്ധ കുർബാന രക്ഷയുടെ കൂദാശ എന്ന് മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഏത് കൃപയാണ് വിശുദ്ധ കുർബാന ലഭിക്കുന്നത്? ഒന്ന് വിശദീകരിക്കാമോ? യെസ്, ഷിജി ടീച്ചറിൻ്റെ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ഒരു വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം. വിശുദ്ധ കുർബാന രക്ഷയുടെ കൂദാശയാണ് എന്ന് പറയുമ്പോൾ കൂദാശ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഉണ്ട്. ഹെഡ് മാസ്റ്റർ ബെന്നിസാറ് കൂദാശയുടെ നിർവചനം എന്ന് പറയാമോ മൈക്കിക്കടെ? വിശദീകരിക്കുന്ന കർമ്മം. വിശുദ്ധീകരിക്കുന്ന കർമ്മമാണ് രക്ഷയുടെ വരപ്രസാദത്തെ നമ്മിലേക്ക് ഒഴുക്കുന്ന രക്ഷയുടെ ദൃശ്യമായ അടയാളമാണ് വിശുദ്ധ കുർബാന, അല്ലേ? രക്ഷയെ നമുക്ക് തരുന്ന
വരപ്രസാദം തരുന്ന ദൃശ്യമായൊരു അടയാളമാണ് കൂദാശ കൂദാശ. എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂദാശ എന്ന് പറയുന്നതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, രക്ഷാകരമായ വരപ്രസാദം അവിടെ ലഭിക്കണം. രണ്ട്, അതിൽ ദൃശ്യമായ ഒരടയാളം ഉണ്ടാവണം. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഒരു കാര്യത്തെ കൂദാശ എന്ന് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം, ഈശോ മിശിഹ കാൽവരിയിലെ കുരിശിൽ നമുക്ക് വേണ്ടി നേടിത്തന്ന രക്ഷ, അതിൻ്റെ പൂർണ്ണതയിൽ നമ്മിലേക്ക് ദൈവം ഒഴുക്കുന്ന അവസരമാണ് പരിശുദ്ധ കുർബാനയുടെ അവസരം, അല്ലേ? അത് മറ്റേത് കൂദാശകളെക്കാളും ഉപരിയായി അത് നമുക്ക് പൂർണ്ണതയിൽ ലഭിക്കുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. ആ അവസരത്തിൽ അതിന് ദൃശ്യമായ അടയാളങ്ങളിലൂടെ അത് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഈശോയുടെ കാൽവരിയിലെ വരപ്രസാദം നമുക്ക് പല വഴികളിലൂടെ ലഭിക്കുന്നുണ്ടാകാം. പരിശുദ്ധ കുർബാനയിൽ അത് ഈശോ മിശിഹായുടെ തിരുശരീര രക്തങ്ങളുടെ അടയാളത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. അഥവാ ഈശോ മിശിഹ എന്ന വ്യക്തി തന്നെ നമ്മിലേക്ക് എഴുന്നള്ളി വരുന്നു എന്നുള്ള വ്യത്യാസമാണ് അവിടെ സംഭവിക്കുക. അതായത് പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് ശരീരമെടുത്ത് മനുഷ്യനായി പിറന്ന് ഈ ലോകത്തിൻ്റെ രക്ഷ സാധിച്ച അതേ ഈശോ മിശിഹ ഇതാ നമ്മിലേക്ക് എഴുന്നള്ളി വരുന്നു എന്നതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന ശരിക്കും രക്ഷയുടെ കൂദാശയാണ് എന്ന് പറയുന്നത്. ഇനി ആരാണ് ചോദിക്കുന്നത്? മെൽസി ടീച്ചർ ചോദിക്കൂ. പിതാവേ, എൻ്റെ സംശയം ഇതാണ്. ദിവസവും ദീപബലിയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കൃപകളാണ്? നമ്മൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ഒരു ചേട്ടൻ വിശുദ്ധ കുർബാന എല്ലാ ദിവസവും പങ്കെടുക്കുന്നു, എന്ത് കൃപകൾ കിട്ടും, അല്ലേ? തീർച്ചയായും അത് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാവും. അതൊന്ന് പിതാവ് പറയുമ്പോൾ. കൃപ എന്ന് പറഞ്ഞ പരിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ കൃപ ഈശോ മിശിഹ തന്നെ പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51 മുതലുള്ള വാക്യങ്ങളിൽ, ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടായിരിക്കുകയില്ല. അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗം അവൻ ഉറപ്പു തരുന്നു ഈശോ മിശിഹ. നമുക്ക് കിട്ടാവുന്നതിലെ ഏറ്റവും വലിയ കൃപ ഏതാണ്? സ്വർഗമാണ്. ആ സ്വർഗം നമുക്ക് ഉറപ്പു തരുന്നു എന്നുള്ളതാണ് പരിശുദ്ധ കുർബാന ലഭിക്കുന്നതിലൂടെ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്നവരുടെ വീട്ടിൽ വലിയ സാമ്പത്തിക അഭിവൃദ്ധിയോ നേട്ടങ്ങളോ ഒന്നും കാണുന്നില്ലായിരിക്കും. അവിടുത്തെ പിള്ളേർ എല്ലാ പരീക്ഷയ്ക്കും ഡിസ്റ്റിങ്ഷനൊന്നും മേടിക്കുന്നില്ലായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ പള്ളിയിൽ പോയിട്ട് എന്നാ കാര്യം എന്നൊക്കെ ചിന്തിക്കുന്നവർ ഉണ്ടാകും, അല്ലേ? അങ്ങനെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ. യെസ്, അത് നമ്മൾ മനസ്സിലാക്കുക. ഈശോ വാഗ്ദാനം ചെയ്തത് എന്താണ്? നിത്യജീവൻ തരുമെന്ന് പറഞ്ഞു. അത് ഉറപ്പായും ലഭിക്കും. കാരണം അത് ഈശോ ഉറപ്പിച്ച് പറഞ്ഞ കാര്യം അതേ ഉള്ളൂ. വേറെ കിട്ടുന്നതൊക്കെ ബോണസായിട്ട് കൂട്ടിയാൽ മതി, അല്ലേ? ഏറ്റവും ഉറപ്പിച്ച് ഈശോ പറഞ്ഞത് അതാണ്. ശിക്ഷാവിധിയില്ല, അതായത് നമ്മൾ നരകത്തിൽ പോയില്ല, നിത്യജീവനായ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഇനി അതോടൊപ്പം തന്നെ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് എന്താണ്? അതൊരപ്പമല്ല, അതൊരു വസ്തുവല്ല, മറിച്ച് ഈശോ മിശിഹ എന്ന ദൈവപുത്രൻ തന്നെയാണ്. പരിശുദ്ധ ത്രിത്വത്തിലെ 2-ാം ആളായ പുത്രൻ തമ്പുരാൻ തന്നെയാണ് നമ്മുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരിക. ദൈവസാന്നിധ്യം അതിൽ തന്നെ കൃപയാണ്, അല്ലേ? ദൈവസാന്നിധ്യത്തിൻ്റെ കൃപയായ സന്തോഷം, സമാധാനം, സ്നേഹം, ഐക്യം, ഇതെല്ലാം പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തികളിലുണ്ടാകും. അതുകൊണ്ടാണ് വിശുദ്ധ അംബ്രോസ് പുണ്യാൻ പറഞ്ഞു, പരിശുദ്ധ കുർബാന സ്വീകരിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്ന ഒരു സക്രാരിയാണ്. സക്രാരിയിൽ ഈശോയെ സ്ഥാപിച്ചിരിക്കുക, സൂക്ഷിച്ചേക്കും, അല്ലേ? പരിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ നാം ഓരോരുത്തരും എന്തായി മാറുന്നു? സഞ്ചരിക്കുന്ന സക്രാരിയായി മാറും. അതുകൊണ്ട് പരിശുദ്ധ കുർബാന സ്വീകരിച്ചു വരുന്ന ഒരു അമ്മച്ചിയെ കണ്ടാൽ കൈകൂപ്പണം. അമ്മായിമ്മ പരിശുദ്ധ കുർബാനയും സ്വീകരിച്ച് വരുമ്പോൾ മരുമകൾ എഴുന്നേറ്റ് ഇങ്ങനെ കുമ്പിടണം.
എനിക്ക് വിഷമമുണ്ടെന്നറിയാം, പക്ഷേ കുമ്പിടണം. കാരണം എന്താണ്? സഞ്ചരിക്കുന്ന സക്രാരിയാണ് വന്നേക്കുന്നത്, അല്ലേ? ഈ വരുന്ന അമ്മായിമ്മയ്ക്ക് ആ ബോധം വേണം, സഞ്ചരിച്ച സക്രാരിയായിട്ട് ഞാൻ വന്നേക്കുന്നത്. ഇനി വാ തുറന്നാൽ പരിശുദ്ധമായ വാക്കുകളെ വരാവുള്ളൂ എന്നുള്ളത് അമ്മായിമ്മയും ചിന്തിക്കണം, മരുമകളും ചിന്തിക്കണം. പണ്ട് അതുകൊണ്ടാണ് ഒരാൾ കുർബാന സ്വീകരിച്ചിട്ട് പുറത്തു പോയാല് തിരി കൂടെ കൊണ്ടുപോയിരുന്ന അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. യെസ്, പണ്ട് ഈ കുർബാന സ്വീകരണം കഴിഞ്ഞ് ആശീർവാദത്തിന് നിൽക്കാതെ ആളുകൾ പോകുമ്പോൾ അച്ഛന്മാർ പറയുമായിരുന്നു, എന്താണ്, അതാ ഒരുത്തൻ പോകുന്നു കുർബാനയും സ്വീകരിച്ച് വെച്ചിട്ട് കപ്പ്യാരെ അവന്റെ പുറകെ തിരിയും കൊണ്ട് പോകാൻ പറയും. അത് അല്പം കഠിനമായി പറയുന്നതാണെങ്കിലും ഇന്നാണ് തിരി കൊണ്ട് പോകാൻ ആള് തികയാ. എണ്ണം പള്ളികളിൽ കൂട്ടേണ്ടത്. പൈസക്കരി പള്ളിയിലെ അവസ്ഥ ഇപ്പൊ നമുക്ക് മനസ്സിലായി. ഏതാണെങ്കിലും ഒരു കാര്യം സത്യമാണ്, പരിശുദ്ധ, അത് നമുക്ക് ഊഹിക്കാമല്ലോ, സക്രാരിയിൽ ഇരിക്കുന്ന അതേ ഈശോ തന്നെയാണ് ഈ വ്യക്തിയുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നത്. സോ സഞ്ചരിക്കുന്ന സക്രാരിയാണ് എന്നോ, അതുകൊണ്ട് തന്നെ ആ വ്യക്തിയിൽ ഈശോയുടെ സാന്നിധ്യം ഉളവാക്കുന്ന സമാധാനം, പ്രത്യാശ, വിശ്വാസത്തിലുള്ള ആഴപ്പെടൽ, അതെല്ലാം ആ വ്യക്തിക്ക് ലഭിക്കുന്നു എന്നുള്ളത്. വീണ്ടും പല ഭൗതികമായ അനുഗ്രഹങ്ങളും എന്നും പരിശുദ്ധ കുർബാനയെ പങ്കെടുക്കുന്നവർക്കുണ്ടാകും. എന്നോട് നമ്മുടെ ദൈവശാസ്ത്ര ക്ലാസ്സിൽ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തിയോളജിയ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു നിങ്ങളെപ്പോലൊരു മതാധ്യാപകൻ പറഞ്ഞ അനുഭവം ഞാൻ പറയും. ഇദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ്, റബ്ബർ ടാപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യൻ. ഒരു മരത്തിൻ്റെ ഒരു മലമുകളിൽ ഒരു തോട്ടം രാവിലെ 3 മണിക്ക് വെട്ടിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് അദ്ദേഹത്തെ ഒരു പാമ്പ് കടിച്ചു, മലയിൽ വെച്ച് പാമ്പ് കടിച്ചു. ഇനി മനുഷ്യവാസം ഉള്ളിടത്ത് എത്തണമെങ്കിൽ 1 കിലോമീറ്ററോളം യാത്ര ചെയ്യണം. അദ്ദേഹം വിചാരിച്ചു, ദൈവമേ, നോക്കുമ്പോൾ മൂർഖം പാമ്പാണ് കടിച്ചേക്ക്, ഇനി അധികം ആയുസില്ല. പെട്ടെന്ന് പരവേശം തോന്നി റബ്ബർ മരത്തെ ചാഞ്ഞിരുന്ന് ഈശോമറിയൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഓർത്തു, അയാൾ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന മനുഷ്യനാണ്. അതിനുവേണ്ടി ഈ 3 മണിക്ക് റബ്ബർ വെട്ടാൻ പോകുന്നത് 6 മണിയാകുമ്പോൾ വെട്ട് കഴിയും, പോയി കുളിച്ച് കുർബാന കണ്ടേച്ച് വിശുദ്ധ കുർബാനയും സ്വീകരിച്ച് തിരിച്ചു വന്ന് പാലെടുത്ത് ഉറയൊഴിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി. ആ മനുഷ്യൻ പരിശുദ്ധ കുർബാന ജീവന്റെ ഔഷധമല്ലേ, ഞാൻ ഇത്രയും കാലം സ്വീകരിച്ച പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ഈ വിഷം നിർവീര്യമായി പോകും, അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം. ആ മനുഷ്യൻ പറഞ്ഞു, എഴുന്നേറ്റ് അദ്ദേഹം 400 റബ്ബറും വെട്ടി തിരിച്ചു പോയി കുളിച്ച്, ആശുപത്രിയിൽ പോയില്ല, കുർബാനയ്ക്ക് പോയി, കുർബാന സ്വീകരിച്ച് വന്ന് പാലെടുത്ത് ഉറയൊഴിച്ചു. 3 ദിവസം ആ മനുഷ്യൻ ഇത് പണി ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, എൻ്റെ പിതാവേ, ഞാൻ ഇങ്ങനെ ചെയ്തെന്ന്. എനിക്ക് ശരിക്കും പേടിയായി. ഞാൻ പറഞ്ഞു, എൻ്റെ മനുഷ്യ, ആ കാലേ വല്ല വിഷമകാലം തങ്ങിയിരിപ്പ് കാണും, ഇയാൾ പോയി പരിശോധിച്ച് നോക്ക്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഒന്നും പരിശോധിക്കേണ്ട, എനിക്ക് ഉറപ്പാണ് പരിശുദ്ധ കുർബാന എന്നെ സുഖപ്പെടുത്തുമെന്ന്. അപ്പോൾ പരിശുദ്ധ കുർബാന സത്യമായും അത് ഈശോയാണ് എന്ന് വിശ്വസിക്കുന്നതിനനുസരിച്ച് നമ്മിൽ കൃപയുടെ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഒരു മതാധ്യാപകൻ്റെ കൂടെ അനുഭവം പറയാം. നിങ്ങൾ മതാധ്യാപകരായിരുന്നു, അതായത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട നല്ല മതാധ്യാപകരുണ്ടെന്നാണ് പറഞ്ഞു. അപ്പോൾ ഈ സാറിൻ്റെ 2 പിള്ളേർ മെഡിസിന് എൻട്രൻസ് എഴുതി ഗവൺമെൻറ് കോട്ടയിൽ കിട്ടി. നമുക്കറിയാം, മെഡിസിൻ ഇപ്പോഴത്തെ കാലത്ത് ഒരു സീറ്റ് പോയി പ്രൈവറ്റ് സംവിധാനങ്ങൾ മേടിക്കണേ 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ സീറ്റ് വേണം, പൈസ വേണം. ഇത്രയും സംവിധാനം ഇത് ഈ സാറിന് ലോട്ടറി അടിച്ച പോലെ കിട്ടിയത്. സാറിനെ വഴിക്ക് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ, ലോട്ടറി അടിച്ചതാണല്ലോ, ചെലവ് ചെയ്യണമെന്ന്. ഉടനെ ഈ മനുഷ്യൻ എന്നോട് പറയും, അതെ, ചുമ്മാ കിട്ടിയതെന്നല്ല, ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് എനിക്ക് കിട്ടിയതാണ്. എന്നാ കഷ്ടപ്പെട്ടതാ? ഇദ്ദേഹവും തൊഴിൽ കൊണ്ട് റബ്ബർ വെട്ടുന്ന മനുഷ്യനാണ്. ഇയാൾ എന്നാ കഷ്ടപ്പെട്ടിട്ടാണ് ഈ മെഡിസിൻ്റെ സീറ്റ് കിട്ടുന്നത്? അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്നെ ചിന്തിപ്പിച്ചു. ഞാൻ ആദ്യ കുർബാന സ്വീകരിച്ച 10ാം വയസ്സിലാണ്, ഇന്നെനിക്ക് 61 വയസ്സാണ്. ഇത്രയും കൊല്ലത്തിനിടയിൽ ഞാൻ ഇതുവരെയും ഒരൊറ്റ ദിവസം പരിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല, കുർബാന സ്വീകരണം മുടക്കിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ കൊച്ചുങ്ങൾ എൻട്രൻസ് പരീക്ഷ എഴുതിയപ്പോൾ ഞാൻ എൻ്റെ പറമ്പിൽ മുട്ടയിൽ നിന്ന് കൈയും വിരിച്ച് പിടിച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഈശോയെ എൻ്റെ കൊച്ചുങ്ങൾക്ക് പരീക്ഷ ചെയ്യാൻ കൊടുക്കണേന്ന്. അതുങ്ങൾ ഒരു ഏറ്റവും നല്ല റാങ്കിൽ വന്നില്ല എങ്കിൽ
അദ്ദേഹത്തിന് മെഡിസിന് സീറ്റ് കിട്ടിയാൽ പോലും പഠിപ്പിക്കാൻ നിവൃത്തിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ 2 മക്കളും 100-ൽ താഴെ റാങ്കിൽ വന്നു. അതവർ 1 രൂപ പോലും മുടക്കില്ലാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മെഡിക്കൽ കോളേജിൽ പിള്ളേർ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ എന്നും പോയാൽ സ്വീകരിച്ചാൽ എന്താ ഗുണം എന്ന ടീച്ചറിൻ്റെ ചോദ്യത്തിന് ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ട കുറച്ച് മനുഷ്യരുടെ ഉദാഹരണങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ അതിനേക്കാളെല്ലാം പ്രാധാന്യം കൊടുത്ത് മനസ്സിലാക്കേണ്ടത് സ്വർഗത്തിൽ പോകുന്നു എന്നുള്ളത്. ഇത്രയും നല്ല ഉദാഹരണം പറഞ്ഞപ്പോൾ ഒരു സങ്കടപ്പെടുത്തുന്ന ഉദാഹരണം കൂടെ പറയും. അത് ഇതാണ്. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നൊരു കൊച്ചുണ്ടായിരുന്നു. ഇവ ഏത് മഴയും വെയിലും ആണെങ്കിലും ഇവൻ പോകും. ഒരു ദിവസം രാവിലെ ഭയങ്കര മഴയുള്ള ദിവസം അമ്മ പറഞ്ഞു, എടാ ഇന്ന് പോകണ്ടാടാ. അവൻ പറഞ്ഞു ഞാൻ പോകുമെന്ന് പറഞ്ഞ് അവൻ മഴക്കോട്ടൊക്കെ ഇട്ട് സൈക്കിളിൽ കുർബാനയ്ക്ക് പോകും. കുർബാന കഴിഞ്ഞ് തിരിച്ച് റോട്ടിലേക്ക് കോരിച്ചൊരിയുന്ന മഴയാണ്. റോട്ടിലേക്ക് കയറുകയും പാഞ്ഞു വന്ന ഒരു കാറിടിച്ച് ആ കൊച്ച് തൽക്ഷണം മരിച്ചു പോവുകയും. നാട്ടിലെല്ലാവർക്കും അത് വലിയ സങ്കടമായി. ഒന്ന്, പരിശുദ്ധ കുർബാനയ്ക്കാണ് കൊച്ചു പോയത്. അത് മാതാപിതാക്കൾ പറഞ്ഞിട്ട് പോലും മനസ്സ് വെക്കാതെ അവൻ കുർബാനയ്ക്ക് പോയതാണ്. ഈശോയെ സ്വീകരിച്ച് ഇറങ്ങി വന്ന കൊച്ചാണ് ഇങ്ങനെ വണ്ടിയിടിച്ച് മരിച്ചത്. ഇല്ലേ? ഇതെങ്ങനെയാ സംഭവിക്കുക? ഇത് ഈശോ പരിശുദ്ധ കുർബാനയിലെ ഈശോ എന്തുകൊണ്ട് ആ കുഞ്ഞിനെ സംരക്ഷിച്ചില്ല എന്നൊക്കെ നാട്ടുകാർ ചോദിക്കും, വീട്ടുകാരും ചോദിക്കുക. പക്ഷെ അതിൻ്റെ ഉത്തരമാണ് ഈശോ പറഞ്ഞത്. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ ഈശോയോടൊത്ത് നിത്യതയിൽ ആനന്ദം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് പരിശുദ്ധ കുർബാന സ്വീകരിച്ച ഒരാൾക്കൊരു അപകടം വന്നു കഴിയുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് അവർ മരിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിയുമ്പോഴോ ഒന്നും നമ്മുടെ വിശ്വാസം പതറരുത്. ഈശോ മിശിഹാ നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? സ്വർഗം, നിത്യജീവൻ. അത് കിട്ടിയാൽ, അത് ഉറപ്പാണ് എങ്കിൽ ബാക്കി ഈ ഭൂമിയിൽ എന്ത് നഷ്ടം വന്നാലും അത് നഷ്ടമല്ല എന്ന് തിരിച്ചറിയാനുള്ള കൃപയാണ് പരിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യം. പിതാവേ, നമ്മുടെ ഇന്നത്തെ സമയം ഏറെക്കുറെ പൂർണ്ണമായി. ഇനി ഒട്ടേറെ സംശയങ്ങൾ ഇവരുടെ ഉള്ളിൽ ബാക്കി നിൽക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾക്ക് പിതാവ് ഉത്തരം നൽകുന്നതായിരിക്കും. മറ്റൊരു എപ്പിസോഡിൽ നമ്മുടെ തുടർ സംശയങ്ങളുമായി നമ്മൾ കണ്ടുമുട്ടുന്നതായിരിക്കും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. നന്ദി. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.